നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ വിജയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനോട് ഓബ്സസ്ഡ് ഒന്നുമല്ല. പോരാടണം, വിജയിക്കണം, അതുതന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഓബ്സഷൻ അത് നല്ലതല്ല എന്ന് കൃത്യമായ ധാരണയുണ്ട്. ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കതിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കളിക്കാരുണ്ടല്ലോ, ഇവരെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ്. 3 വർഷത്തിനിടയ്ക്ക് 2ാം തവണയാണ് UCL ഫൈനലിലേക്ക് അവരെത്തിക്കുന്നത്. സോ ഇത്തവണ കിരീടം ചൂടണം എന്ന് പറയുന്നു സിമോൺ ഇൻസാഗി. ഇൻ്റർ മിലാൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ എല്ലാ താരങ്ങളും അവൈലബിളാണ് ഈ മത്സരം കളിക്കാൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് വിജയിച്ചു, ഇടയ്ക്കൊക്കെ തോറ്റു, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും എല്ലാം സമർപ്പിച്ചാണ് ഇവിടെ കളിക്കുന്നത്. ഇൻ്ററിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് എനിക്കത് സാധിച്ചില്ല. പക്ഷേ താങ്ക്സ് ടു ദിസ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഇപ്പോൾ 3 വർഷത്തിനിടയ്ക്ക് 2ാം തവണയാണ് UCL ഫൈനലിലേക്ക് അവരെത്തുന്നത്. ഈ പ്ലെയേഴ്സ് വിജയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തവരാണ്. പക്ഷേ ഓബ്സസ്ഡ് അല്ല. അത് വേണ്ട, ഓബ്സഷൻ വേണ്ട. എനിക്ക് തീർച്ചയായിട്ടും ആരൊക്കെ ആദ്യ ലെവലിൽ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും മികച്ച ടീമും കൊണ്ട് തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങും. കിരീടം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് സിമോൺ ഇൻസാഗിയും പറയുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ നിന്ന് രാത്രി 12:30 മ്യൂണിക്കിൽ തീവറക്കുന്ന പോരാട്ടമാണ്. ഇൻ്റർ മിലാൻ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം ഫൈനലിൽ പരാജയപ്പെട്ടതാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ പോലെ 2ാം തവണയാണ് എത്തുന്നത് ഫൈനലിൽ. ഇത്തവണ കിരീടത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.